പ്രൈസ് ദി ലോർഡ്. ഗുഡ് ഈവനിങ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പകൽക്കാലം നിങ്ങളോടൊന്നിച്ച് ഒരു വചനം പറയുവാൻ കർത്താവ് ഇട നൽകിയ വൻ സ്നേഹത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാ വിശ്വാസികൾക്കും, കുഞ്ഞുകുട്ടികൾക്കും, എല്ലാ ദൈവദാസന്മാർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ പറയുകയാണ്. നമുക്കൊരു വാക്യം വായിച്ചു വന്ന് ദൈവചിന്തയിലേക്ക് കടക്കാം. ഹല്ലേലൂയ. 1 ശമൂവേൽ 13-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ. ശമൂവേൽ ശൗലിനോട് പറഞ്ഞത്, നീ ചെയ്തത് ഭോഷത്വം. നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രായേലിന്മേൽ നിന്റെ രാജത്വം എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു. ഇപ്പോഴോ നിന്റെ രാജത്വം നിലനിൽക്കയില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തന്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കർത്താവ് തനിക്ക് ബോധിച്ച പുരുഷനെ ഈ കാലഘട്ടത്തിലും അന്വേഷിക്കുന്നുണ്ട്. പലപ്പോഴും പലരെയും കണ്ട് നമ്മൾ വിശ്വാസത്തിൽ വന്നവരുണ്ട്. പലരുടെയും മുഖത്ത് നോക്കിയാണ് നമ്മൾ വിശ്വാസത്തിൽ വന്നവർ. കർത്താവ് പറയാണ്, യഹോവയായ ദൈവം പറയുന്നു, എനിക്ക് ബോധിച്ച ഒരു പുരുഷനെ ഞാൻ അന്വേഷിക്കുന്നുണ്ട്. സൗലിന്റെ രാജത്വം നിലനിൽക്കയില്ല. നീ ചെയ്തത് പ്രമാണിക്കാത്തത് കൊണ്ട്, ഞാൻ പറഞ്ഞത് പ്രമാണിക്കാത്തത് കൊണ്ട് നിന്റെ രാജ്യത്വം എന്നേക്കും നിലനിൽക്കയില്ല. അതുകൊണ്ട് ഞാനൊരു പുരുഷനെ അന്വേഷിക്കുന്നുണ്ട്. യഹോവയായ ദൈവം ശൗലിനോട് പറഞ്ഞതാ. ശമൂവേൽ ശൗലിനോട് പറഞ്ഞതാ. എങ്ങനെയാണ് ഇസ്രായേലിൽ ഒരു രാജാവ് ഉണ്ടായത്? ന്യായാധിപന്മാർ 15-ാമത്തെ ന്യായാധിപനായിരുന്നു ശമൂവേൽ പ്രവാചകൻ. തന്റെ ചെറുപ്പത്തിൽ തന്നെ തന്റെ അമ്മ പള്ളിയിൽ പോകുമ്പോൾ ഏലി പുരോഹിതൻ അവിടെ പുരോഹിതനായിരിക്കുമ്പോ ഹന്ന നിറകണ്ണുകളോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലിക്ക് തോന്നി, ഇവൾ വീഞ്ഞു കുടിച്ചിരിക്കുന്നു, മത്തായിട്ടാ ഇരിക്കുന്നു തോന്നി. അവിടെ അടുത്ത് വന്ന് ഏലി ചോദിച്ചു, നീ എന്താണ്, നീ മദ്യപിച്ചു, നീ വീഞ്ഞു കുടിച്ചു? അല്ല, എന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന നൊമ്പരങ്ങളും വിഷമങ്ങളുമാണ് എന്നെ കരയിപ്പിക്കുന്നു. എനിക്ക് മക്കളില്ല. എനിക്ക് മനസ്സിലായി. ഏലി പറഞ്ഞു, അടുത്ത വർഷം നീ ഇവിടെ വരുമ്പോ ഒരു കുഞ്ഞിനെ അണയ്ക്കണം. അത് നമുക്ക് എല്ലാവർക്കും ഈ കഥകളെല്ലാം അറിയാം. ഞാൻ അതല്ല പറയാൻ വരുന്നത്. ശമൂവേല് ഉണ്ടായി. ശമൂവേല് ഏലിയുടെ മുലകുടി മാറിയപ്പോൾ ഏലി പുരോഹിതന്റെ അടുത്ത് ആക്കി. ആ സമയങ്ങളൊക്കെ ഏലി പുരോഹിതന് മക്കളുണ്ടായിരുന്നു, ഫിനെഹാസ്, ഹൊഫ്നി. ഇവരൊക്കെ ദൈവത്തെ മറന്നിട്ട് മ്ലേച്ഛതയിലേക്ക് കടന്നുപോയി
അവർ പിടിക്കപ്പെട്ടു. ഫെലിസ്ത്യരുമായിട്ട് യുദ്ധത്തിൽ തോറ്റുപോയി. ഏലി പുരോഹിതൻ കഴുത്തൊടിഞ്ഞു മരിച്ചു. ആ സമയത്ത് ശമൂവേല് ഇസ്രായേലിന്റെ രാജാവാകുക, പ്രവാചകനായി ന്യായപാലനം ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ന്യായപാലനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ ജനങ്ങൾ കൂട്ടത്തോടെ ശമൂവേലിന്റെ അടുത്ത് പറഞ്ഞു, ദാ അപ്പുറമുള്ള സകല രാജ്യത്തുള്ളവർക്കും സകല ആൾക്കാർക്കും ജാതീയരായ ആൾക്കാർക്കും രാജാവുണ്ട്. ഞങ്ങളെ ഭരിക്കാൻ ഒരു രാജാവിനെ ഞങ്ങൾക്ക് വാഴിച്ചു തരണം എന്ന് പറഞ്ഞു. ശമൂവേലിന് വ്യസനമായി. ശമൂവേൽ കരയാൻ തുടങ്ങി. യഹോവയായ ദൈവം ശമൂവേലിനോട് പറഞ്ഞു, ശമൂവേലേ, നീ എന്തിനാ കരയുന്നത്? ഞാൻ ഈ ജനത്തെ 10 ബാധകളാൽ ഞാൻ മിസ്രയീമിൽ അവരെ വരുത്തി ഫറവോന്റെ മുഖമൊടിച്ച് ചെങ്കടൽ പിളർത്തി ജോർദാനെ പിരിച്ച് മുമ്പിൽ മേഘസ്തംഭവും പുറകിൽ അഗ്നിസ്തംഭവുമായി ഞാൻ നിന്ന് അവരോടുകൂടെ ഞാൻ നിന്നിരുന്നു ഇന്നുവരെ. പക്ഷെ ജനം വിളിച്ചു പറയുന്നു, ജാതികളുടെ രാജാക്കന്മാരെ പോലൊരു രാജാവിനെ ഞങ്ങൾക്ക് വാഴ്ച തരണം, ഞങ്ങൾക്ക് രാജാവില്ല. നമുക്കൊരു കാര്യം എടുത്തു പറയാം, ഏലി പുരോഹിതന് ആ അഭിഷേകം കൈമാറാൻ പറ്റില്ലേ? അവരുടെ മക്കളും പിഴച്ചുപോയി, ദൈവ വഴി വിട്ടു, അവര് വ്യഭിചാരം ചെയ്തു. തന്റെ 2 മക്കളെയും അവർക്ക് ഏലി പുരോഹിതന് വഴി നടത്താൻ പറ്റി. ശമൂവേൽ എന്തു പറ്റി? അതാ ചോദ്യം. അബിയാവും യോവേലും നിനക്ക് മക്കളല്ലേ? നീ ന്യായാധിപനായിട്ട് വെച്ചില്ലേ? എന്തുകൊണ്ടാണ് സ്ഥിരതയില്ലാതായി പോയത്? കൈക്കൂലി മേടിച്ചു, ന്യായപാലനം നടത്തി. അതുകൊണ്ട് 2 പേരുടെയും ന്യായാധിപന്മാർ എന്നുള്ള പട്ടികയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. എന്തുമാത്രം കരഞ്ഞിട്ടാ ശമൂവേലേ നീ ഈ പുൽപ്പിറ്റിൽ നിൽക്കുന്നത്? നീ എന്തുമാത്രം നിന്റെ അമ്മ കരഞ്ഞിട്ടാണ് ഈ പ്രവാചകനായി തീർന്നത്? ഹല്ലേലൂയ. മക്കൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന മാതാപിതാക്കളോട് ഞാൻ സംസാരിക്കുക. നിങ്ങൾ കണ്ണീരൊഴുക്കിയ ദൈവത്തോട് സംസാരിച്ചാൽ നിന്റെ മക്കൾ നിന്റെ കൂടെ കടന്നു വരും. നീ നല്ലപോലെ കൈയടിച്ചെങ്കിൽ മാത്രമേ മക്കൾ കൈയൊന്നും അനക്കത്തുള്ളൂ. നീ ചാടി തുള്ളിയെങ്കിലും അവർ കൈവിട്ടു. അല്ലാത്ത മക്കളൊന്നും തന്റെ കൂടെ വരണമെന്നില്ല. ശമൂവേലിനും തെറ്റുപറ്റി. തന്റെ മക്കൾക്കും ഉപദേശം കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ജനം ചോദിച്ചത്, നീ വയസ്സനായി. അതുകൊണ്ടാ ചോദിച്ചത്. ഇനി ന്യായാധിപന്മാരില്ല. അവർക്ക് മനസ്സിലായി, മക്കളുടെ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലായി. ഞങ്ങളെ ഇനി ആര് ഭരിക്കും? ദൈവം ശമൂവേലിനോട് പറഞ്ഞു, എനിക്ക് ബോധിച്ച ഒരു പുരുഷൻ
ഞാൻ കണ്ടിട്ടുണ്ട്. മനുഷ്യൻ തരുന്ന പദവിയോ മനുഷ്യൻ തരുന്ന പ്രമോഷനോ മനുഷ്യൻ തരുന്ന ഒന്നുമല്ല. ദൈവം നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ സഹോദരി സഹോദര, ദൈവം നിന്നെ അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിലനിൽക്കും. നിന്റെ വീട്ടിൽ ഒരാളെങ്കിലും അഭിഷിക്തനായിട്ടുണ്ടെങ്കിൽ ആ കുടുംബം ഉയർച്ച പ്രാപിക്കും. ദൈവത്തിന്റെ പെട്ടകം ആ ഭവനത്തിൽ നിന്ന് പോകത്തില്ല. ദൈവത്തിന്റെ മഹത്വം ആ വീട്ടിൽ നിന്ന് പോകത്തില്ല. നിനക്കെന്നും ഉയർച്ച തന്നെയായിരിക്കും. ഹല്ലേലൂയ. നീ ഒരു നാളും താഴ്ന്നു പോകുവാൻ ആ ദൈവം സമ്മതിക്കത്തില്ല. ആ ദൈവം നിന്റെ വീട്ടിൽ നിന്നോടുകൂടെ വസിക്കും. ഹല്ലേലൂയ. പ്രിയദാസ, പ്രിയ സഹോദരി, നിന്റെ മക്കളെ എങ്ങനെയാണ് നിന്റെ മക്കളെ എങ്ങനെ പഠിപ്പിക്കുന്നു, അതായിരിക്കും ദൈവത്തിന്റെ മറുപടി എങ്ങനെയായിരിക്കും എന്നുള്ളത്. സമൂഹങ്ങളോട് പറഞ്ഞു, ഞാനൊരു ഇസ്രായേലിൽ ഒരാളെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്നലെ വരെ മഹാശക്തിയുള്ള ദൈവമായിട്ട അവരുടെ മുമ്പിൽ ഞാൻ ന്യായപാലനം ചെയ്തത്. സമൂവേലേ, നിന്റെ വാ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഭരിച്ചതും സംസാരിച്ചതും അത് ഞാനാ നിന്നോട് സംസാരിച്ചത്. ഈ 35 ലക്ഷം പേരെയും ഒരു കുടക്കീഴിൽ കൊണ്ടു നടന്നത് ഞാനാണ്. ഹല്ലേലൂയ. ഇന്ന് അവർക്ക് ന്യായപാലനം ചെയ്യുവാൻ ആളില്ല എന്ന് തോന്നിയപ്പോ അവർ അന്യമതത്തിൽപ്പെടുന്ന വിജാതിയരുടെ രാജാവിനെ പോലുള്ള ഒരു രാജാവിനെ തിരക്കാൻ ഇടയായി. ഹല്ലേലൂയ. The name of Jesus Christ. ഹല്ലേലൂയ. ദൈവത്തിന് തോന്നി, ഞാൻ മഹാശക്തിയുള്ളതാണ്, ഞാൻ ബലവാനാണ്. അത്രയെങ്കിലും ഉള്ള ഒരു രാജാവിനെ വാഴിച്ചാൽ അത്രത്തോളമെങ്കിലും ദൈവത്തോളം അല്ല. ദൈവത്തിനൊരു ക്ലാരിഫിക്കേഷൻ. ഒരു രാജാവിനെ കൊടുക്കുമ്പോൾ അത് സകലരും അംഗീകരിക്കത്തക്ക രീതിയിലാണ് കൊടുക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞു, ബെന്യാമിൻ ഗോത്രത്തിൽ കീസിന്റെ മകനായ സൗൽ തന്റെ അപ്പന്റെ കഴുതയെ കാണാൻ പോയി. അതിനെ തിരക്കി പോയിട്ടുണ്ട്. നീ പോയി കൊമ്പിൽ തൈലവും എടുത്ത് അവനെ അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ. അങ്ങനെ ശമൂവേൽ കൊമ്പിൽ തൈലവും എടുത്തുകൊണ്ട് അവന്റെ അടുത്ത് ചെന്ന് അവനെ അഭിഷേകം ചെയ്തു. 8 അടി പൊക്കമുള്ള 35 ലക്ഷം പേര് നിന്നാൽ അവൻ എണീറ്റ് നിന്ന് അവനെ കാണാൻ പറ്റും. ദൈവം ഒന്നിനും കുറച്ചില്ല, രാജാവിനെയും കുറച്ച് കാണത്തില്ല. ഞാൻ കുറച്ച് നാളത്തേന് പുറകിൽ നിന്നോളാം, നീ ഫ്രണ്ടിൽ നിന്നോ. അതുകൊണ്ട് ശമൂവേലിനെ വാഴിച്ചു കൊടുത്തു. ശൗലിനെ വാഴിച്ചു കൊടുത്തു. കുറെ വർഷങ്ങൾക്ക് ശേഷം അവനോട് ദൈവം പറഞ്ഞ കൽപ്പന പ്രമാണിക്കാതെ കൊണ്ട് അവന് ദൈവം തള്ളി തൂരക്കണം. ശമൂവേലിനോട് പറഞ്ഞു, ഞാൻ ഒരു പുരുഷനെ, എനിക്ക് ബോധിച്ച ഒരു പുരുഷനെ ഞാൻ അന്വേഷിക്കുന്നു. സഹോദര സഹോദരി, ഇന്ന് ദൈവം പറയുക, നിങ്ങളോട് സംസാരിക്കുക.
തനിക്ക് ബോധിച്ചവരെ ദൈവം തിരക്കുന്നുണ്ട്. ഇനി ഈ കാലഘട്ടത്തിൽ അവൻ അന്വേഷിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ മിടുമിടുക്കന്മാരായ അഭിഷേകമുള്ള സകലരെയും ദൈവം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ഭൂമിയിൽ നീതിമാനുണ്ടോ എന്ന് അവന്റെ കണ്ണ് ഊടാടി സഞ്ചരിക്കുന്നു. ആര് അവന് കൈ കൊടുക്കും? നമ്മുടെ ദൈവമേ, അവന്റെ കൂടെ പോയാലേ പട്ടിണിക്കിടുന്ന ദൈവം അല്ല നമ്മുടെ കൂടെ ഉള്ളത്. അവന്റെ തലമുറയെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. തലമുറയായി മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദര, സഹോദരി, ദൈവം നിവർത്തിക്കും. നീ ചിലപ്പോ ഓർക്കും ദൈവം നിന്നെ മറന്നുപോയോ എന്ന് ചിന്തിക്കും. വരട്ടെ, ദൈവത്തിന് തെറ്റ് പറ്റത്തില്ല. നോഹയോട് പറഞ്ഞു, നോഹേ, മനുഷ്യന്റെ വഷളത്വം നിറഞ്ഞിരിക്കുക ഭൂമി മുഴുവൻ. അതുകൊണ്ട് നീ ഒരു പെട്ടകമുണ്ടാക്കി നീ നിന്റെ കുടുംബവും കയറണം. ഭൂമിയിലുള്ള സകല ചരാചരങ്ങളും ഈരണ്ടീരായിട്ട് പെട്ടകത്തിൽ കയറണം. എല്ലാവരോടും നോഹ ഉപദേശിച്ചു, സംസാരിച്ചു, പ്രസംഗിച്ചു. ആരും കയറാൻ തയ്യാറായി. മനുഷ്യൻ കയറിയില്ലേലും തന്റെ ഉടയവൻ സൃഷ്ടിച്ച മൃഗങ്ങളും ഇഴയാദികളും തന്നെ വന്ന് നോഹയുടെ പെട്ടകത്തിൽ കയറി. ആ നോഹ പ്രളയത്തിൽ 40 നാൾ രാവും പകലും പെയ്തുകൊണ്ടിരിക്കുന്നത് പെട്ടകം ഒഴുകിത്തുടങ്ങി 6 മാസത്തോളം 150 ദിവസത്തോളം പെട്ടകം ഒഴുകി നടന്നു. എവിടെ ഉറയ്ക്കുമെന്ന് അറിയത്തില്ല. സഹോദരി, സഹോദരൻ, നിന്നോടാണ് സംസാരിക്കുന്നത്. നിന്റെ ഇപ്പോഴത്തെ ജീവിതം, നിന്റെ ഇപ്പോഴത്തെ പോക്ക് ഒരു എത്തും പിടിയും കിട്ടാതെ എവിടെ എനിക്ക് സ്വസ്ഥത കിട്ടും, എന്ന് അവസാനിക്കും എന്റെ കഷ്ടം, എന്ന് തീരും എന്റെ കഷ്ടം, എനിക്കൊരു ഭാവി ഉണ്ടാകുമോ, ഇനിയും ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും? കടഭാരത്താൽ ഭാരപ്പെടുന്നവര് ഇത് കേൾക്കുന്നു. സഹോദരി, കർത്താവിനൊരു ദിവസമാണ് നിന്റെ വീട്ടിൽ ദൈവം ഇറങ്ങിയ ഗ്ലോറി ഇറങ്ങിയാൽ, മഹത്വം നിന്റെ വീട്ടിൽ വന്നാൽ ദൈവം നോക്കും. ഇന്ന് നീ നേരിടുന്ന കുറെ പ്രശ്നമാണ്. അതിനെല്ലാം ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ദൈവം വഴികൾ തുറക്കാൻ പോവുകയാണ്. പല ഉറവകൾ പൊട്ടി ഒഴുകും, പല വഴികൾ ഒരുങ്ങി നിൽക്കും, പല വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടും. നോഹ ഒഴുകി നടക്കും. നമ്മൾ പറയുമല്ലോ, ദൈവം എന്നെ മറന്നു. നോഹയെ അങ്ങനെ ഓർത്തു, കർത്താവ് എന്നെ മറന്നുപോയി, എന്നോട് വാഗ്ദത്തം പറഞ്ഞു, കയറിക്കോളാൻ പറഞ്ഞു. ഇവന് ഒഴുകി നടന്നു. ഇതിനൊരു സ്റ്റോപ്പില്ലേ? ഒരു ദിവസം ദൈവം നോഹയെ പെട്ടകത്തിൽ മഴ അവനെ താഴെ ഇറക്കി യാഗം കഴിച്ചു. അതുപോലെ ദൈവം ഓർക്കുന്ന ഒരു ദൈവം നമ്മൾ അവന്റെ കൂടെ നടന്നാൽ നമ്മളെ വഴിയിലിട്ടിട്ട് പോകുന്ന ദൈവമല്ല.
ശൗലിനെ തള്ളിത്തുരക്കണം. ശമൂവേലിനോട് പറഞ്ഞു, നീ തൈലക്കൊമ്പും എടുത്ത് ബേത്ലഹേമിലേക്ക് പോ. ഞാന് അവിടെ ഒരു കുടുംബത്തെ കാണുന്നു, ഒരു ബോധിച്ച പുരുഷനെ ഞാൻ കാണിച്ചു തരാമെന്നല്ല, ഞാൻ കണ്ടെന്നാ പറഞ്ഞു, കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ ഒരു സ്ഥലത്ത്, ഇസ്രായേലിന്റെ ഏത് സ്ഥലത്ത് ചെന്നാലും ഒരു പ്രവാചകൻ ചെന്നാൽ ഒന്നെങ്കിൽ അവൻ ചെന്നുന്ന നാശത്തെ കുറിച്ച് സംസാരിക്കാൻ, രണ്ടാമത് ഒരു ശുഭവാർത്ത, ആരെയെങ്കിലും തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടോ, ഈ രണ്ട് കാര്യത്തിലെ ഒരു പ്രവാചകൻ പുറത്തിറങ്ങത്തുള്ളൂ. ചെല്ലുമ്പോ ജനങ്ങൾ പേടിച്ചു. ഇവനാരുടെ വീട്ടിലോട്ടാ പോകുന്നത്? നാശത്തിന് വേണ്ടിയാണോ? അങ്ങനെ ഷായിയുടെ വീട്ടിൽ കടന്നു. ഷായി പേടിച്ചു. എന്താണ്? ഷായിയോട് ശമൂവേല് പറഞ്ഞു, ഈ വീട്ടിൽ ഞാനൊരു രാജാവിനെ കാണുന്നുണ്ട്. ദൈവം അന്വേഷിച്ചു കാണുന്നുണ്ട്, അവനെ അഭിഷേകം ചെയ്യാൻ. മക്കൾ 8 പേരുണ്ട്. 7 പേര് ശൗലിന്റെ പട്ടാളത്തിൽ പടയിലാണ്. സകല ടെസ്റ്റും പാസ്സായി, ആയുധവിദ്യ, സകല ആയോധന വിദ്യയിലും നൈപുണ്യമുള്ള 7.5 അടി പൊക്കമുള്ള 7 പേരെ നിരത്തി നിർത്തി. തൈലക്കൊമ്പ് ചലിച്ചില്ല. യഹോവ ഇടപെടാൻ തുടങ്ങി. ശമൂവേലേ, നീ പൊക്കവോ വണ്ണവോ സൗന്ദര്യമൊന്നും നീ നോക്കരുത്. ഞാൻ ഒരു വട്ടം സൗന്ദര്യം നോക്കിയപ്പോൾ പൊക്കമുള്ളവനെ ഞാൻ തെരഞ്ഞെടുത്തു, അവൻ എന്നെ അനുസരണക്കേട് കാണിച്ചു. ഇനി അതുകൊണ്ട് നീ പൊക്കവും വണ്ണവോ സൗന്ദര്യവും നീ നോക്കണ്ട. ദൈവത്തിന് മുഖപക്ഷമില്ല. ഹല്ലേലൂയ. അങ്ങനെ ദാവീദിനെ കാട്ടിൽ നിന്ന് വരുത്തി വീട്ടിൽ വന്നപ്പോൾ തൈലക്കൊമ്പ് വിറയ്ക്കാൻ തുടങ്ങി. അഭിഷേകം ചെയ്തു. ഈ ദാവീദിന്റെ അഭിഷേകം നിങ്ങൾക്കറിയാം, 4 പ്രാവശ്യമുള്ള അഭിഷേകമാണ്. ഒന്ന് യഹോവയായ ദൈവം അഭിഷേകം ചെയ്തു. 2 ശമൂവേൽ അവനെ അഭിഷേകം ചെയ്തു. 3 യഹൂദ മൂപ്പന്മാർ അവനെ അഭിഷേകം ചെയ്തു. 4 ഇസ്രായേൽ ജനങ്ങൾ മുഴുവനും അവനെ അഭിഷേകം ചെയ്തു. ഇത്ര അഭിഷേകം കിട്ടിയ ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ഉണ്ടോ? ഈ ബൈബിളിൽ 800 വട്ടം ദാവീദിനെ കുറിച്ച് പറഞ്ഞു. പഴയ നിയമത്തിൽ 40, പുതിയ നിയമത്തിൽ 48 പ്രാവശ്യം ദാവീദിനെ കുറിച്ച് പറഞ്ഞു. ദാവീദിന്റെ സന്തതി, ദാവീദിന്റെ താക്കോലുള്ളവൻ. ഇതുപോലെ ഒത്തിരി 48 വാക്യങ്ങളുണ്ട്. ജനമേ, നിങ്ങളുടെ വീട്ടിലും ദൈവത്തിന്റെ തൈലക്കൊമ്പ് വിറയ്ക്കുന്നുണ്ട്. ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളുടെ വീട്ടിൽ വരും. നിങ്ങളുടെ വീടിൽ ദൈവത്തിന്റെ ഒരു വലിയൊരു ശക്തി വെളിപ്പെട്ടു വരും. ഇന്ന് നീ പൊക്കൊണ്ടിരിക്കുന്ന റൂട്ടുണ്ടല്ലോ, തിരിയാൻ പോവാ. ഇന്ന് നീ സഹിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളും വിഷമങ്ങളും സകലതും ഇന്നുകൊണ്ട് മാറും. നീ യഹോവയുടെ അടുത്ത് ചെന്നാൽ അവൻ നിന്റെ അടുത്തേക്ക് വരും. നിന്റെ സ്ഥിതി മാറും. യബ്ബേസിനെ അനുഗ്രഹിച്ച ഒരു ദൈവമുണ്ട്. അത് വിസ്താരമാക്കി നിനക്ക് തരും. നിനക്ക് നഷ്ടപ്പെട്ടു പോയതിനെല്ലാം തിരിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങളൊന്ന് മുട്ടുമടക്കാൻ ഇന്ന് നിങ്ങളുടെ കൂടെ ദൈവം വസിക്കും. ക്ലെയോപ്പാവിന്റെയും ഭാര്യയുടെ മറിയയുടെയും കൂടെ. ഹല്ലേലൂയ. അവൻ വീട്ടിൽ അത്താഴം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ തനിക്ക് ബോധിച്ചവരുടെ കൂടെ നടക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. തനിക്ക് ബോധിച്ചവരെ തിരഞ്ഞെടുക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ.
ആ ദൈവത്തിനെ മുറുകെ പിടിക്കുവാൻ എല്ലാവരെയും ഹല്ലേലൂയ ദൈവത്തിലേക്ക് തിരിയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. ഈ വചനങ്ങൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.